അധികമാരും അറിയാത്ത എന്നാൽ ഒരു തവണയെങ്കിലും നിങ്ങൾ കേൾക്കേണ്ട ഒരു പ്രതികാരത്തിന്റെ കഥയുണ്ട്. ഒരു 16 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്പേസ് എക്സിന്റെ സ്ഥാപകൻ എലൻ മസ്ക് കടം വാങ്ങിയ കാശ് തിരിച്ചടയ്ക്കാനാകാതെ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയ സമയം. തന്റെ സ്വത്തിന്റെ പകുതിയിൽ അവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് എലൻ മസ്കിന്റെ ഭാര്യ നോർവേ കുടുംബ കോടതിയിൽ ഒരു ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യുന്നു. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി വിധിയും തിരിച്ചടിയായതോടെ മസ്ക് വട്ടപ്പൂജ്യത്തിലേക്ക് എത്തുന്നു. എന്നാൽ വിട്ടുകൊടുക്കാൻ ഭാവമില്ലെന്നുറപ്പിച്ച അദ്ദേഹം 4 വർഷങ്ങൾ കൊണ്ട് തന്റെ കമ്പനിയുടെ മൂല്യം 127 ബില്യണിലേക്ക് ഉയർത്തി ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഒന്നാമതെത്തുന്നു. അന്ന് ട്വിറ്റർ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകളിൽ തന്നെ ബ്ലോക്കാക്കി നാടുവിട്ട ഭാര്യയെ മസ്ക് അപ്പോഴും മറന്നില്ല. $44 ബില്യൺ ട്വിറ്റർ തന്റെ സ്വന്തം പേരിലാക്കി തന്റെ മുൻ ഭാര്യയെ ട്വിറ്ററിൽ ആജീവനാന്തം വിലക്കി. എലൻ മസ്ക് തന്റെ മധുര പ്രതികാരം അങ്ങ് വീട്ടി. അല്ലേലും പണ്ടാരോ പറഞ്ഞതുപോലെ കർമ്മ അതൊരു ബൂമറാങ് പോലെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളെ തേടി